കേരളത്തെപ്പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമത്തെ സത്പ്രവൃത്തിയായി കാണുന്നവരാണ് സംഘപരിവാറുകാർ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞത് ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ RSS സത്പ്രവൃത്തിയായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാകുമോ എന്നാണ് RSSും BJPയും ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി പരാമർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനു ശേഷം വന്ന കേസല്ല. സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്ത RSS കാണുന്ന സൽപ്രവൃത്തിയുണ്ട്. ആ സൽപ്രവൃത്തി ശബരിമല ഭക്തരെ ആക്രമിച്ചതായിരുന്നു, തേങ്ങ കൊണ്ടടക്കം അടിച്ചതായിരുന്നു. അത് RSSന്റെ കണ്ണിൽ സൽപ്രവൃത്തിയാകാം, പക്ഷേ കേരളത്തിൻ്റെ കണ്ണിൽ അത് സൽപ്രവൃത്തിയല്ല. ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് സർക്കാർ നിറവേറ്റിയത്. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും എന്ന് പ്രകാശ് കാരാട്ട്. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I am sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം നൽകി. അതേസമയം കോടതിയലക്ഷ്യ ഹർജിയിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, ഏതൊക്കെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്? അശ്വതി, മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ഒരു നിസ്സംഗത പുലർത്തുന്നു എന്നുള്ള വിമർശനം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ BSP നേതാവായ മായാവതി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇതിന് മറുപടി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്, ഞങ്ങൾക്ക് നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതുപോലെ തന്നെ കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ മാത്രമുള്ള അധികാരം തങ്ങൾക്ക് ഇല്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി. ഇതിൽ തൃപ്തി വരാഞ്ഞതോടുകൂടിയാണ് സ്വന്തം അധികാര പരിധിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമില്ലേ എന്നുള്ള ഒരു ചോദ്യം, ഒരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതോടുകൂടി തൊട്ടു പിന്നാലെ തന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണ്ടതുണ്ട് എന്ന് നിരീക്ഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധികളെ വിശദീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി നാളെ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നുമാണ്
കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത കേസായിക്കൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുകയുണ്ടായത്. ഈ കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി റഫാൽ രേഖകൾ സംബന്ധിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു. ഈ വിധിയെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഒരു പ്രസ്താവനയിൽ വിശദീകരണം നൽകാനാണ് കോൺഗ്രസ് അധ്യക്ഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 23-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം സുപ്രീം കോടതിയിൽ നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷനോട് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഫാൽ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി റഫാലിൽ വിധിക്ക് ശേഷം വന്ന രേഖകൾ പരിശോധിക്കാൻ മാത്രമാണ് തീരുമാനിച്ചത് എന്നും കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുമായിരുന്നു സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വാദം കേൾക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ശരത്, കാര്യങ്ങൾ വ്യക്തമാണ്. ഇടവേളയിലേക്ക്.